നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ എല്ലാവിധ ആഗ്രഹാഭിലാഷങ്ങളെയും യാത്രകളെയും പ്രാർത്ഥനകളെയും എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ONV കുറുപ്പ് എന്ന കവിയുടെ അമ്മ എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ കഥാസാരം ഇപ്രകാരമാണ്: ഒരിടത്ത് 9 സഹോദരന്മാര്, കൽപ്പണിക്കാരായ 9 സഹോദരന്മാർ ഒരുമിച്ച് താമസിച്ചിരുന്നു. അവരും അവരുടെ ഭാര്യമാരും എല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇവർ നല്ല ലക്ഷണമൊത്ത പണിക്കാരായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുവാനും കോട്ടകൾ കെട്ടാനും കൊട്ടാരങ്ങൾ പണിയാനും ഒക്കെയും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കല് ഒരു കൊട്ടാരത്തിന് മുൻപിലുള്ള കോട്ട പണിയാൻ വേണ്ടി ഇവർക്ക് അവസരം കിട്ടി. ഇവർ 9 പേരും പതിവ് പോലെ അവരുടെ പണിയായുധങ്ങളൊക്കെ എടുത്ത് കോട്ട പണിയുന്ന സ്ഥലത്തേക്ക് ചെന്നു. പതിവ് പോലെ അവർ ചാന്തൊക്കെ കുഴച്ചു, കല്ലൊക്കെ അടുത്തെടുത്ത് വെച്ചു. മൂത്തയാള് തന്നെ പണി ആരംഭിച്ചു. പക്ഷേ പതിവ് പോലെ പണി മുൻപോട്ട് പോകുന്നില്ല. ഓരോ കല്ലെടുത്ത് അവർ വെക്കും തോറും ആ കല്ല് താഴെ വീണുകൊണ്ടിരിക്കുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് അവര് ചാന്ത് കുഴയ്ക്കുന്ന ആളുകളെ മാറ്റി നോക്കി, ചാന്ത് കുഴയ്ക്കുന്ന രീതികൾ മാറ്റി നോക്കി, വെള്ളം ഒഴിക്കുന്ന ശൈലിയൊക്കെ മാറ്റി, കല്ല് പൊട്ടിക്കുന്ന ആളെ മാറ്റി, കല്ല് കൊണ്ടുവരുന്ന ആളെ മാറ്റി വെച്ച് നോക്കി, കല്ല് വെക്കുന്ന ആളെ മാറ്റി വെച്ച് നോക്കി. ഇങ്ങനെയല്ല ചെയ്യുന്ന ഓരോ പണികൾ ഇവർ പരസ്പരം മാറി മാറി ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും പണി മുൻപോട്ട് പോകുന്നില്ല. വീണ്ടും കല്ലിങ്ങനെ പൊട്ടി വീണുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അശരീരി വാക്യം ഇവർ കേട്ടു. അശരീരി ഇപ്രകാരമായിരുന്നു: നിങ്ങൾക്ക് 9 പേർക്കും 9 ഭാര്യമാരുണ്ടല്ലോ, അതിലൊരാളെ ഈ കല്ലുകളോട് ചേർത്ത് വെച്ച് നിങ്ങൾ പണിയുകയാണെങ്കിൽ നിങ്ങളുടെ പണി പൂർത്തിയാകും, വീണ്ടും നിങ്ങൾക്ക് പ്രശസ്തി കിട്ടുകയും ചെയ്യും. അവരെ പരസ്പരം നോക്കി ആരുടെ ഭാര്യയെ ഈ കല്ലുകളോട് ചേർത്ത് വെച്ച് പണിയും. 9 പേർക്കും തങ്ങളുടെ ഭാര്യമാർ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ. അതുകൊണ്ട് ആരെയും വിട്ടുകൊടുക്കാൻ അവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായില്ല. പരസ്പരം സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ അവരോട് പറഞ്ഞു: ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമായി ആര് നമ്മുടെ അടുത്തേക്ക് വരുന്നോ അവളെ ഈ കല്ലുകളോടൊപ്പം ചേർത്ത് വെച്ച് നമ്മൾ ഈ മതില് പണിയും. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ബാക്കി 8 അനുജന്മാരും ജ്യേഷ്ഠന്റെ വാക്കുകൾ സ്വീകരിച്ചു. അവര് വീണ്ടും പണി തുടരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവരുടെ പണികൾ മുൻപോട്ട് പോയില്ല. പരസ്പരം അവർ നോക്കിയില്ല. ഒരു വാക്കുപോലും അവർ പരസ്പരം പറഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ അവരുടെ ഭാര്യമാരുടെ മുഖങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പണികളൊന്നും മുൻപോട്ട് പോകുന്നില്ല. ഉച്ചഭക്ഷണത്തിന് സമയമായപ്പോൾ ഉച്ചഭക്ഷണവുമായി സാധാരണഗതിയിൽ അവരുടെ ഭാര്യമാര് വരുന്ന ആ ഭാഗത്തേക്ക് ഇവര് മാറി മാറി നോക്കി, നറുക്ക് വീണെന്ന് അറിയാൻ വേണ്ടിട്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ തന്നെ ഒരു കയ്യിൽ പാത്രവും മറ്റേ കയ്യിൽ കൊച്ചുവായിട്ട് ഇവരുടെ അടുക്കിലേക്ക് വന്നു. പതിവ് പോലെ ഇവരുടെ അടുക്കിലേക്ക് ഭക്ഷണമായി വരുമ്പോൾ ഭർത്താവിനും സഹോദരന്മാർക്കും ഉണ്ടാകുന്ന സന്തോഷമൊന്നും അവരുടെ മുഖത്ത് കാണാത്തതുകൊണ്ട് അവൾ ചോദിച്ചു: എന്തു പറ്റി? എന്താ ഒരു മ്ലാനത എല്ലാവരുടെയും മുഖത്ത്? അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു: ഇങ്ങനെ ഞങ്ങൾ കോട്ട പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്ലുകൾ ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല, എല്ലാ കല്ലുകളും താഴേക്ക് വീഴുന്നു. ഇതിനുള്ള മാർഗം എന്ത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അശരീരി വാക്യം കേട്ടു: നിങ്ങളുടെ ഭാര്യമാരിൽ ഒരാളെ ചേർത്ത് വെച്ച് പണിയാൻ. ഞങ്ങളെല്ലാവരും പരസ്പരം മിണ്ടാതിരുന്ന സമയത്ത് ജ്യേഷ്ഠൻ പറഞ്ഞു: ഇന്ന് ഭക്ഷണവുമായി ആര് വരുന്നോ അവളെ ചേർത്ത് വെച്ച് പണിയും. തിരിച്ച് മറുപടിയായിട്ട് അവളൊന്നും പറഞ്ഞില്ല. താൻ കൊണ്ടുവന്ന ഭക്ഷണം ഭർത്താവിനും സഹോദരന്മാർക്കുമായി അവൾ വിളമ്പി. ആ ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് അവളും കഴിച്ചു. കഴിച്ചതിന് ശേഷം പറഞ്ഞു: നിങ്ങൾ കേട്ട അശരീരി വാക്യം പോലെയും എടുത്ത തീരുമാനം പോലെയും എന്നെയും ചേർത്ത് വെച്ച് നിങ്ങൾ പണിഞ്ഞുകൊള്ളുക, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ ചേർത്ത് വെച്ച് പണിയുമ്പോൾ എന്റെ 2 കൈകളെയും എന്റെ സ്തനങ്ങളെയും നിങ്ങൾ പുറത്തേക്കിട്ട് വേണം പണിയാൻ. കാരണം എന്നെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ, അമ്മയെ കാണാതില്ല അവർ കരയുമ്പോൾ, അവരെ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരണം. എന്റെ കൈകളിൽ അവരെ വെക്കണം. ഞാൻ അവരെ താലോലിച്ചു കൊള്ളാം. എന്റെ മാറിടത്തിൽ നിന്നും ജീവരസം ഞാൻ അവർക്ക് പകർന്നു നൽകി എന്റെ ജീവൻ ഞാൻ അവർക്ക് കൊടുത്തുകൊള്ളാം. അങ്ങനെ വേണം എന്നെ പണിയാനായിട്ട്. ONV കവിത അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ഓരോ കൽപ്രതിഭകളിലും കൊത്തിവെച്ച സ്ത്രീരൂപങ്ങൾ കാണുമ്പോൾ ഞാൻ എന്റെ അമ്മയിലേക്ക് ഒന്ന് നോക്കും. ഇന്ന് തോമാസ് ശ്ലീഹായെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഉദ്ധാനശേഷം എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രേഷ്ഠ ശിഷ്യൻ ഗുരുനാഥന്റെ മുൻപിൽ മുട്ടുമടക്കിയതിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ കവിതയാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയത്.